ഓ ഷാവിക എന്താ ഇങ്ങനെ ചൂടില്ലേ? എന്ത് ചൂടാലേ? മോളെവിടെ പോ? മോളെ ലൈഷു, അനക്ക് ചൂടൊന്നുമില്ല, ഈ വേർത്തിട്ടൊന്നുമില്ലല്ലോ. എന്റെ സ്വന്തം ഫാൻ ഉണ്ടല്ലോ. ആഹാ, അടിപൊളി ഫാൻ, നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ. ഇത് എവിടുന്നാ? ഇത് നമ്മുടെ ചേലക്കര റോയലിന് വാങ്ങിയതാണ്. സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് 2000-ലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ ഫാൻ സമ്മാനമായി നൽകുന്നതാണ്. കൂടാതെ നോട്ട് ബുക്സ്, ബാഗ്സ്, സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത്. കുട്ടികളുടെ ബാഗ് എടുത്ത ബാറ്റും ബോളും, മുതിർന്നവരുടെ ബാഗ് എടുത്ത മഗ് സെറ്റും ഫ്രീ. 299 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ 3ാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ 2 പേർക്കും, 2ാം സമ്മാനമായി സ്റ്റഡി ടേബിളും, ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ്. റോയൽ ബസാർ, പാലസ് റോഡ്, ചേലക്കര. ചേലക്കര നിയോജക മണ്ഡലത്തിൽ മഴക്കാലത്ത് വിവിധ വകുപ്പുകൾ നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള മുന്നൊരുക്ക യോഗം ചേർന്നു. UR പ്രദീപ് MLA യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. മഴക്കാലത്ത് ദുരിതമുണ്ടാകാൻ ഇടയുള്ള പ്രത്യേക മേഖലകളിൽ തികഞ്ഞ ജാഗ്രത ആവശ്യമാണെന്നും ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കുമെന്നും പൊതുജനങ്ങൾക്ക് മാധ്യമങ്ങൾ വഴി വിവരങ്ങൾ കൈമാറുന്നതിന് സംവിധാനമൊരുക്കുമെന്നും UR പ്രദീപ് MLA പറഞ്ഞു. KSEB ഓഫീസുകളിൽ ഒന്നിൽ കൂടുതൽ നമ്പറുകൾ വിളിച്ചാൽ കിട്ടുന്ന രീതിയിൽ ഒരുക്കാനും ഓരോ പഞ്ചായത്തുകളിലും വളണ്ടിയർ ടീം രൂപീകരിക്കാനും MLA നിർദ്ദേശം നൽകി. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അപകട സാധ്യതയുള്ള ഇടങ്ങളുടെ ഡാറ്റ തയ്യാറാക്കുമെന്നും മികച്ച വളണ്ടിയർ ടീമുകൾ രൂപീകരിക്കണമെന്നും ചേലക്കര മണ്ഡലത്തിൽ മഴക്കാലത്ത് മാറി താമസിക്കാൻ ഉതകുന്ന തരത്തിൽ ഒരുക്കിയ 43 ക്യാമ്പുകളിൽ വൈദ്യുതിയും വെള്ളവും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും സിവിൽ സപ്ലൈ വകുപ്പ് വഴി ഭക്ഷണം വിതരണം ചെയ്യുമെന്നും താലൂക്ക് ഓഫീസിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ടെന്നും വീട് പരിശോധന, ഫോട്ടോകൾ ഡോക്യുമെന്റ് ചെയ്യണമെന്നും ഓരോ വകുപ്പുകളും ചെയ്യേണ്ട കാര്യങ്ങളടങ്ങിയ ഓറഞ്ച് ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്നും യോഗത്തിൽ തഹസിൽദാർ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KV നഫീസ, KM അഷറഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെയ്ഖ് അബ്ദുൾ ഖാദർ, ശശിധരൻ മാസ്റ്റർ, MK പത്മജ, ഗിരിജ മേലേടത്ത്, V തങ്കമ്മ, K ജയരാജ്, PP സുനിത, തഹസിൽദാർ രാജേഷ് മാരാത്ത്, ബ്ലോക്ക് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ, KA അൻസാർ അഹമ്മദ്, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ ദിവസം വരെ കണക്കാക്കുമ്പോൾ 5 ദിവസങ്ങളായി കേരളത്തിൽ അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പം ഒരു ചെറിയ ശമനം ഉണ്ടെങ്കിലും വീണ്ടും തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇവിടെ ചേലക്കരയിൽ മുൻകാലങ്ങളിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 2 വട്ടം പ്രളയവും അതുപോലെ തന്നെ മണ്ണിടിച്ചിലെല്ലാം ബാധിച്ച ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇത്തവണ നമുക്ക് ഒരു മുന്നൊരുക്കങ്ങൾ എന്ന നിലയ്ക്ക് ഇതിൻ്റെ യോഗം കാലവർഷക്കെടുതി മനസ്സിലാക്കി മുൻകൂട്ടി അതിൻ്റെ യോഗം നമുക്ക് വിളിക്കണം എന്ന്, ഇതിലൊരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണം എന്ന് തീരുമാനിച്ച് കളക്ടർ ഇപ്പോൾ നേരത്തെ കൂട്ടി ഒരു ഡെപ്യൂട്ടി കളക്ടറും പിന്നെ ഒരു നോഡൽ ഓഫീസർ നിലയ്ക്ക് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ BDO അദ്ദേഹത്തിനും കൂടെ നോഡൽ ഓഫീസറായിട്ട് ചുമതലപ്പെടുത്തുകയും ഡെപ്യൂട്ടി കളക്ടർ തഹസിൽദാരെ ചുമതലപ്പെടുത്തി തഹസിൽദാരും കൂടെ ഇന്ന് പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ച് ഏകദേശം 26 സ്ഥാപനങ്ങൾ മണ്ഡലത്തിനകത്ത് വരുന്ന വിവിധ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് നമുക്ക് ഇന്ന് യോഗം വിളിക്കേണ്ടായി. കൂടാതെ ഗ്രാമപഞ്ചായത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും 2 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരും അടക്കം വരുന്ന ഇന്നൊരു വലിയ യോഗമാണ് മണ്ഡലത്തിൽ വിളിച്ചുകൂട്ടിയത്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളിൽ ഇനി ആവർത്തിക്കാതിരിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവനും അപായത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളാണ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആലോചിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകൂട്ടി മനസ്സിലാക്കിയെടുത്ത് അവിടുത്തെ ആളുകളെ മഴ തുടരുകയാണെങ്കിൽ, വെള്ളത്തിൻ്റെ ലെവൽ ഉയരുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡാമുകൾ തുറക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഇവിടെ നിശ്ചയിക്കപ്പെട്ട പ്രദേശങ്ങളിൽ ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ, അതിൻ്റെ ഭാഗമായി ഏകദേശം 46 ക്യാമ്പുകൾ തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണം റവന്യൂ ഇടപെട്ട് അവരുടെ പരിശോധന എല്ലാം കഴിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളായി 46 കേന്ദ്രങ്ങളാണ് നമുക്ക് തുടങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 46 കേന്ദ്രങ്ങളിലും വെള്ളവും വെളിച്ചവും എല്ലാം ഉണ്ട് എന്ന രീതിയിലെല്ലാം റവന്യൂയുടെ ഭാഗത്ത് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഒപ്പം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകൂട്ടി ജിയോളജിസ്റ്റ് ഒരു പരിശോധന നടത്തി ആ പരിശോധന ഭാഗമായി ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെല്ലാം വില്ലേജ് ഒന്ന് പോയി നോക്കാനും അവരെ മഴ തുടരുകയാണെങ്കിൽ ഒന്ന് തൽക്കാലം മാറി നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ആരെയും ആശങ്കപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇതെല്ലാം, ഒരു ജീവനും അപായത്തിൽ പെടരുത് എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇത് മുൻകൂട്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ അവിടെ പോയി കണ്ട് അവരോട് തൽക്കാലം ഒന്ന് മാറി അവിടെ ഇത്തരം മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ
ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകിച്ച് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഈ കൃഷിനാശങ്ങളുണ്ടാകുമ്പോൾ അതിന് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാനും കർഷകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ജാഗ്രത. മൃഗസംരക്ഷണ വകുപ്പ് ഇതുപോലെ വെള്ളം കൂടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലെ കന്നുകാലികളെ വളർത്തുന്ന വീടുകളുണ്ടെങ്കിൽ ആ വീടുകളിൽ മുൻകൂട്ടി ഒരു അറിയിപ്പ്, വെള്ളം കയറുകയാണെങ്കിൽ അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കണമെന്നും, അങ്ങനെ റോഡ് PWD മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അസറ്റിൽ അവരുടെ കൈവശമുള്ള ഭൂമികളിലെ അപകട ഭീഷണിയുള്ള മരങ്ങൾ അത് പ്രത്യേകിച്ച് മറ്റു നടപടിക്രമങ്ങൾ നോക്കാതെ ദുരന്ത നിവാരണത്തിൻ്റെ ഒരു പ്രത്യേക അറിയിപ്പ് അനുസരിച്ച് മരങ്ങൾ പെട്ടെന്ന് മുറിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഗ്രാമപഞ്ചായത്തുമായി കൂടി ചേർന്ന് മുറിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചന, അത് ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലെ യോഗങ്ങളെല്ലാം വിളിച്ചു ചേർത്ത് അടിയന്തരമായി ഇതിനുവേണ്ടി യോഗം വിളിച്ചു കൂട്ടി അവിടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ശ്രദ്ധയിലുണ്ടോ, ഇങ്ങനെ ബസ് കാത്തു നിൽക്കുന്ന കേന്ദ്രത്തിലോ സ്കൂളിൻ്റെ പരിസരത്തോ അങ്ങനെ ധാരാളം ആളുകൾ പോകുന്ന സ്ഥലത്തോ അങ്ങനെ ഏതെങ്കിലും പൊതുജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് കൈവശമുള്ള പ്രദേശത്തിൽ അത് പറഞ്ഞ് ചെയ്യാനും, പ്രത്യേകിച്ച് ഫോറസ്റ്റിൻ്റെ ധാരാളം നടപടിക്രമം വരാറുണ്ട്. അവർ ഇത്തവണ യോഗത്തിൽ പങ്കെടുത്ത് അതിൻ്റെ പ്രത്യേക നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ മുറിച്ചു മാറ്റി കൊടുക്കാനുള്ള ഏർപ്പാട് ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റി സാങ്കേതികം പറഞ്ഞ് പൊതുജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവണം. ഒരു പൊതുജനങ്ങൾ ആരും തന്നെ ഇതിൻ്റെ ഭാഗമായി ആശങ്കപ്പെടേണ്ടതില്ല. അഥവാ മഴ വരികയാണെങ്കിൽ തുടരുകയാണെങ്കിൽ മാത്രം ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് മുൻകൂട്ടി ഇന്ന് ചേലക്കര മണ്ഡലത്തിൽ ഇത്തരം യോഗം വിളിച്ചുകൂട്ടി എന്ന് മാത്രമാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്. ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും 40 മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവന് മുൻവശത്തായി 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ 2 നില വീടും 48 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, മറ്റു ഫലവൃക്ഷങ്ങൾ, വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും. ആവശ്യക്കാർ ബന്ധപ്പെടുക. ഫോൺ 9539 403680, 9497 179359.